എന്തേ? നിന്നെ സമ്മതിച്ചോളും അതൊക്കെ ചെറിയ കാര്യമായിരിക്കും. എന്നാലേ എനിക്കത് ചെറിയ കാര്യമൊന്നല്ല. അതെ, എന്റെ അഭിമാനത്തിന്റെ പ്രശ്നാ. അത് മാത്രമൊന്നല്ല, ചെറുപ്പത്തില് നീ എനിക്കിട്ട് എന്തോരം പാര വെച്ചതാ. അന്നേ ഞാൻ എന്റെ മനസ്സിൽ കുറിച്ചതാ നീ എന്റെ ശത്രുവാന്ന്. ഇനി 7 ജന്മം വന്നു കഴിഞ്ഞാലും നീ എന്റെ ശത്രു തന്നെ ആയിരിക്കും. ഒരിക്കലും നീ എന്റെ മിത്രമാവാൻ പോടില്ല, കേട്ടല്ലോ? ഒന്നെങ്കിൽ നീ സ്വപ്നം കണ്ടതായിരിക്കും, അല്ലാന്നുണ്ടെങ്കിലേ നിന്റെ തോന്നലായിരിക്കും. അല്ലടി, അതൊന്നുമല്ല, ശരിക്കും ഞാൻ സൗണ്ട് കേട്ടതാന്നേ. അതെങ്ങനെടി? നിനക്ക് കേട്ടതാണെങ്കിൽ വീട്ടിലുള്ള ബാക്കിയുള്ളവർക്കും കേൾക്കേണ്ടതല്ലേ? അവർക്കൊന്നും കേട്ടില്ലല്ലോ. അപ്പൊ പിന്നെ ഇത് നിന്റെ തോന്നലല്ലേ? അല്ലടി ഐഷു, ഞാൻ കേട്ടെന്ന് പറഞ്ഞതേ 100% സത്യവാ. പക്ഷെ എനിക്കറിയാം ഇത് പറഞ്ഞ എന്നെ ആരും വിശ്വസിക്കത്തില്ലെന്ന്. പക്ഷെ നീ ബാക്കിയുള്ളവരെ പോലെയല്ല. ഞാൻ എന്ത് പറഞ്ഞാലും എന്റെ സൈഡ് അയക്കുന്ന അറിഞ്ഞോണ്ടാ ഞാൻ ഈ കാര്യം പറഞ്ഞേ. ഇവിടെ എന്തോ ഉണ്ടടി, നമുക്കത് എന്തേലും കണ്ടുപിടിക്കണം. ഓ ഓക്കെ ഓക്കെ, അത് പറഞ്ഞ് നീ എന്തിനാ എമോഷണൽ ആവുന്നേ? ഞാനില്ലേ കൂടെ, നമുക്ക് എന്താണെങ്കിലും കണ്ടുപിടിക്കാം കേട്ടാ. താങ്ക് യു ഡി, താങ്ക് യു സോ മച്ച്. അല്ല പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നിന്റെ കോളേജിൽ എപ്പോഴാ ലീവ്? ഒരാഴ്ച മണി കഴിഞ്ഞു ലീവ് ആടി. ഇവിടെ വന്നേ, വന്നിരുന്ന് വിശേഷങ്ങളൊക്കെ പറയേ. എനിക്കിപ്പോ സംസാരിക്കില്ല, മൂടൊന്നില്ല ചേച്ചി, ഞാൻ പോവാ. ചേച്ചി ഒന്ന് മാറിയേ. അല്ല കുഞ്ഞാ, നിനക്കിതെന്താ പറ്റി? ആ കൂടെ സേഡാണല്ലോ. വേറെന്ത്, എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് ഒപ്പിച്ചിട്ടേ അമ്മയുടെ അടുത്ത് നല്ല നേരപ്പട്ടം കിട്ടിക്കാണും. പിന്നെ അതിനെ ഞാൻ ചേച്ചിയല്ല കേട്ടാ. കണ്ട ഐഷു അതിന്റെ അഹങ്കാരം. അല്ല കുഞ്ഞാ, ശരിക്കും നിനക്കിതെന്താ പറ്റിയേ? വന്നപ്പം ഭയങ്കര ഹാപ്പി ആയിരുന്നല്ലോ, ഇപ്പൊ എന്ത് പറ്റി? ഒന്നും പറയണ്ട ഐഷു ചേച്ചി, ചെറിയമ്മ വന്നപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പൊ ചെറിയമ്മ പറയുവാ ചെറിയമ്മ വൈകുന്നേരം തിരിച്ചു പോവും അത്രേ. ഞാൻ എന്തോരം പ്രതീക്ഷിച്ചെന്നറിയോ ചെറിയമ്മ ഇവിടെ ഉണ്ടാവുന്ന്. നേരാണോ കുഞ്ഞാ? ചെറിയമ്മ വൈകുന്നേരം പോവോ? അതെ ചേച്ചി, അങ്ങനെയാ ചെറിയമ്മ അമ്മനോട് പറഞ്ഞേ. അല്ല ഐഷു, അപ്പൊ നീയും പോവോ? ഇല്ലടി, ചേട്ടത്തിക്ക് ഓഫീസിൽ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അതിനു വേണ്ടി പോണതാ, ഞാൻ പോകത്തില്ല. ഇപ്പോഴാണ് സമാധാനായേ. അല്ല കുഞ്ഞാ, മാളും അപ്പൊക്കെ എന്തേ? വന്നപ്പോ മുതലേ അവരെ കണ്ടില്ലല്ലോ. അവര് രണ്ടുപേരും മേലെയാ. ആണോ? എന്നാലേ അവരെ വിളിച്ചോണ്ട് വാട്ടോ. ഓക്കേ ചേച്ചി. പിന്നെ ഐഷു, ഇന്ന് നമുക്ക് രണ്ടുപേർക്കും താഴത്തുള്ള റൂമിൽ കിടക്കാട്ടോ. എന്നാലേ രാത്രി വരുന്ന സൗണ്ട് എവിടുന്നാ വരുന്നേ, എന്താ കാര്യങ്ങളെന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റൂ. ഓക്കേടി, എന്നാ വാ നമുക്ക് മുകളിലേക്ക് പോവാം. എടി സീതേ, കാപ്പി എന്തേ? കൊറേ നേരമല്ലോ ചോദിക്കാൻ തുടങ്ങിട്ടെ.
ഇപ്പൊ തരാം അമ്മേ, കാച്ചിട്ടേ ഉള്ളൂ, ഒന്ന് ചൂടാക്കിക്കാട്ടെ. ഒന്ന് വേഗം നോക്ക്. അല്ല സീതേ, എന്റെ നിന്റെ അനിയത്തി വന്നപാട് തിരിച്ചു പോന്നേ. 3 ദിവസം നമ്മുടെ കൂടെ നിന്നിട്ട് പോയാ പോരെ? ഓ അത് പിന്നെ ഏട്ടാ. ഓ അവളെന്താ എന്റെ പെണ്ണപ്പിള്ളനെ പോലെ വെറുതെ ജോലിയും കൂലി ഇല്ലാണ്ട് ഇരിക്കുവാണോ? വലിയ ഓഫീസിലൊക്കെ ഇല്ലേ ജോലി, അപ്പൊ പിന്നെ തിരക്കൊക്കെ കാണത്തില്ലയോ? ഇങ്ങനെ ടൂറിന് വന്നിരിക്കാനുള്ള നേരൊക്കെ കിട്ടുവോ? എന്തോന്നമ്മേ, എന്തോന്ന് വർത്താനേത്? എന്തോന്നെന്ന് ഉള്ളതല്ലേ പറഞ്ഞേ. സീതേ, നീ കാര്യാക്കണ്ട, അമ്മ ചുമ്മാ പറഞ്ഞതാന്നേ. കോഫി ടേബിൾ വെച്ചണേ, നിങ്ങളെന്നെ മാറ്റി കൊടുത്തേച്ചാ മതി, ഞാൻ പോവാ. അല്ലടി, ഈ കോഫി ആറ്റിനെക്കാട്ടും വലിയ പണി നിനക്ക് എന്താ ഉള്ളത്? അത് പിന്നെ എനിക്ക് അമ്മ കുത്തിരിക്കുന്ന പോലെ ഇങ്ങനെ വെറുതെ കുത്തിരുന്നാ പോരാ, 100 കൂട്ടം പണികളൊക്കെ ഉണ്ടേ, അതൊക്കെ ഒന്ന് നോക്കണ്ടായോ? കണ്ടോ ചന്ദ്ര അവളൊരു അഹങ്കാരം. നോക്കണ്ട അമ്മേ, അത് അമ്മയായിട്ട് ചോദിച്ചു മേടിച്ചതല്ലേ. എടി അനുവേ, ഇങ്ങനെ കുത്തിരുന്ന് നേരം വെളുക്കത്തേ ഉള്ളൂ. വാടി, സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലോ. സൗണ്ട് കേൾക്കുമ്പോ നമുക്ക് എണീക്കാം. ഇപ്പൊ കുറച്ചേരം കിടക്കാന്നേ. വാടി പ്ലീസ്. അയ്യോ അത് പറ്റത്തില്ല, നിന്നോട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതല്ലേ. ഇന്ന് എന്തായാലും ആ സൗണ്ടിന്റെ ബാക്കിൽ എന്താ ഉള്ളതെന്ന് നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ. അതാരാ ഉണ്ടാക്കണേന്നും എന്തിനാ ഉണ്ടാക്കണേന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. അതുകൊണ്ട് ഈ രാത്രി അത് നമുക്കുള്ളതാ. നമ്മൾ ഉറങ്ങിയ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ കാര്യം ചെയ്യാനാ. അതുകൊണ്ട് ഒരു പോള കണ്ണടിച്ചു പോരുത്, കേട്ടല്ലോ? എന്തൊരു കഷ്ടമായത്. ഇതിനെക്കാട്ടും നല്ലത് ചേട്ടത്തിന്റെ കൂടെ തിരിച്ചു പോയാ മതിയായിരുന്നു. എന്നാ പിന്നെ സമാധാനത്തോടെങ്കിലും ഒന്ന് ഉറങ്ങായിരുന്നു. ഇതേ ബാത്റൂമിൽ ആരോ പൈപ്പ് നല്ലോണം ക്ലോസ് ചെയ്യാത്തോണ്ടേ വെള്ളം ഇരിക്കുന്ന സൗണ്ടാ, വേറെ ഒന്നുമല്ല. ഒരു നിമിഷം കൊണ്ട് ഞാനങ്ങ് പകച്ചു പോയി. അല്ലടി, എന്നാലും നോക്കിക്കേ, ഇത്ര നേരം ഈ സൗണ്ട് കേട്ടില്ലല്ലോ, ഇപ്പോഴല്ലേ കേൾക്കുന്നേ. ഓ എന്റെ അനുവേ, അത് കുറെ നേരം ഇറ്റിക്കൊണ്ടിരിക്കണ്ടോ, നമ്മൾ ഇപ്പോഴായിരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടാവാ. നീ പോയിട്ട് അതൊന്ന് ഓഫ് ചെയ്തിട്ടെ വന്ന് കിടക്കാൻ നോക്ക്, നേരപ്പ് വെളുക്കും. അതല്ലേ ഐഷു, അത് പിന്നെ ഓ ആ സൗണ്ട് അല്ലേ നിന്റെ പ്രശ്നം. അതാ പറഞ്ഞേ, പോയി ആ പൈപ്പ് ക്ലോസ് ചെയ്തിട്ട് വാ, എന്നിട്ട് ബാക്കി സംസാരിക്കാം പോരെ? എന്നാ നിക്ക്, ഞാൻ പോയിട്ട് ആ പൈപ്പ് ക്ലോസ് ചെയ്തിട്ട് വന്നാട്ടെ, അപ്പത്തേക്ക് ഉറങ്ങി കളയല്ലേട്ടോ. ഓക്കേടി, ചെല്ലേ. ശരിയാകത്തില്ല. ഓ ഈ ടാപ്പിൽ വെള്ളം ഇട്ടേനാണോ അവൾ അങ്ങനെ കിടന്ന് പേടിച്ചേ? ഈ അനുവിന്റെ കാര്യേ അല്ലേലും ഈ ഹോസ്റ്റലിൽ പോയി വന്നതിന് ശേഷം ഇവിടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങളാ. ഏതരം ഫ്രണ്ട്സിനൊപ്പം അല്ല പ്രേതക്കഥയോ പുരാണക്കഥയൊക്കെ പറഞ്ഞിരുന്നിരുന്നേ. ഇവക്ക് ഫുൾ അതിലേക്ക് മാത്രം മൈൻഡ് ഉള്ളൂ. അതാ എവിടെ തിരിഞ്ഞാലും ഓരോ പേടി. ഇനി പോയിട്ട് കുറച്ചേരം കിടക്കാം. അയ്യോ കറണ്ട് പോയല്ലോ. ഓ കറണ്ടിന് പോവാൻ കണ്ട നേരം. ഇരുട്ടത്തൊന്നും കാണില്ലല്ലോ. അനുവേ, അനു. ഈ സൗണ്ടിനെ കുറിച്ചല്ലേ അവര് പറഞ്ഞത്? ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട, വേഗം തന്നെ രക്ഷപ്പെട്ടേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അതിന് മനസ്സിലാവും ഞാൻ ഭൂലോക പേടിത്തൊണ്ടൊക്കെയാണ്.